ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വെറും അരമണിക്കൂർ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ടിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വൃത്തിയാക്കി കഴുകി തോലെ തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വലിയ മാംഗോ ആണ്. ഒരു 500 ഗ്രാം ഉണ്ടായിരുന്നു ഈ മാംഗോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോ എടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് നല്ലതായിട്ട് ഇരിക്കുക. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പുളിയുള്ളൊരു മാംഗോ ആയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊന്നും ചെത്താതെ തന്നെ നമ്മളിതിനെ പൂളി എടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് കട്ടി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് മാക്സിമം ഇങ്ങനെ ചേർത്തെടുത്തിട്ടില്ല. കുറച്ച് മിച്ചമുണ്ട്. നമുക്ക് അത് വേണേൽ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് ഇച്ചിരി ചെറിയ പീസാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി വലിയ പീസ് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ മാംഗോ എല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലപോലെ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമേ ഇതിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മാംഗോയിൽ ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 50 ml ആണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അച്ചാറിനൊക്കെ നല്ലെണ്ണ ചേർക്കുവാണ് നല്ലതായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്. അതിങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വെളുത്തുള്ളിയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ തീ അങ്ങോട്ട് കുറച്ച് വെച്ചു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ചൂടാണ് ചീനച്ചട്ടിക്ക്. പിന്നെ അതെല്ലാം കരിഞ്ഞു പോകും. ഞാൻ തീ അങ്ങ് കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിനി അടുത്തത് പൊടിയാണ് ഇടുന്നത്. പൊടി ഇടുമ്പോഴത്തേക്കും തീ കൂടി നിൽക്കുവാണെങ്കിൽ പൊടിയും പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ കളറൊക്കെ നഷ്ടമാകും. അപ്പോൾ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചൂടുള്ള എണ്ണയിലോട്ട് ഇപ്പം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർക്കുന്നത്. അത് 4 ടീസ്പൂണാണ് ചേർത്തത്. ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ചെറുതായിട്ട് തീയൊന്ന് ഓൺ ചെയ്തിട്ട് അത് സിമ്മിൽ വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഉലുവാപ്പൊടിയും കടുകും ആണ് ചേർക്കുന്നത്. അപ്പോൾ ഉലുവ ഇങ്ങനെ ചൂടാക്കി പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കടുകും 1/2 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏതിൻ്റെയെങ്കിലും അളവ് പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അന്നേരം കുറച്ച് വേണേൽ ചേർക്കാം. ഇപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിന് ശേഷം വിനാഗിരി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി മാംഗോക്ക് അത്ര പുളിയുള്ളൊരു മാംഗോ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഇച്ചിരി വിനാഗിരി കുറച്ചൊന്ന് ചേർത്താലാണ് ടേസ്റ്റ് കിട്ടുക. കൊണ്ടൊരു 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ തീയൊക്കെ ഞാൻ കുറച്ച് വെച്ചു കേട്ടോ. തീ ഓൾറെഡി കുറച്ചാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാംഗോ കൂടി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. ഈ സമയത്ത് ഞാൻ തീഞ്ഞ് ഓഫ് ചെയ്യുവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ നമുക്ക് വെന്ത് പോകേണ്ട. ചീനിച്ചട്ടിയുടെ ചൂടും ആ മസാലയുടെയൊക്കെ കൂടി ചൂട് കൂടി മാംഗോയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന മുളക് ഇത്ര കുറച്ചൊക്കെ ഉള്ളൂ. കാരണം ഇവിടെ ഒത്തിരി എരിവ് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഈ പിള്ളേർക്ക് ഈ മാംഗോ അച്ചാർ ഇങ്ങനെ കോരി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒത്തിരി എരിവായ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും. ഇനി ഒത്തിരി ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇച്ചിരി കൂടി എരിവൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി എരിവ് ചേർക്കാം. ഇനി ഞാനിവിടെ തണുക്കാൻ വെക്കുവാണ്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഉപ്പോ അതുപോലെ തന്നെ മസാല എന്തായിട്ടും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ തണുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഉപ്പും അതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്തതിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എപ്പോൾ എടുക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ വേണം ഉപയോഗിക്കാൻ.
പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, നമ്മൾ ഒന്നിച്ച് ഒരു വലിയൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റുന്ന പകരം വേറെ 1-2 ചെറിയ ജാറുകളിലാക്കി വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.